വർഷം 1932. തൻ്റെ കൗമാരത്തിലൂടെ കടന്നുപോകുന്ന ആ 16-കാരിയെ മധ്യപ്രദേശിലെ ഇൻഡോറിലുള്ള അതിസമ്പന്നനായ ഒരു യുവ അഭിഭാഷകൻ വിവാഹം കഴിക്കുന്നു. നല്ല രീതിയിൽ പുലർന്നു പോന്ന ആ ദാമ്പത്യത്തിനിടയിൽ അവർക്ക് 5 കുട്ടികളുണ്ടായി. എന്നാൽ 14 വർഷങ്ങൾക്ക് ശേഷം അയാൾ മറ്റൊരു യുവതിയെ കൂടി രണ്ടാമത് വിവാഹം ചെയ്തു. 2 ഭാര്യമാരെയും ഒരു വീട്ടിൽ തന്നെ താമസിപ്പിച്ച് അയാൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. പോകെ പോകെ നമ്മുടെ കഥാനായികയുടെയും 5 മക്കളുടെയും ജീവിതം ദുഷ്കരമായിക്കൊണ്ടിരുന്നു. ഒടുവിൽ 1975 പ്രായം 60-ലോട്ട് കടന്ന അവരെയും 5 മക്കളെയും അയാൾ തൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. ജീവിത ചെലവിന് കൊടുക്കാമെന്നേറ്റ 200 രൂപ പോലും കുറച്ചു കാലങ്ങൾക്ക് ശേഷം കിട്ടാതായപ്പോൾ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലായ അവർ 1978 ഏപ്രിലിൽ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ സെക്ഷൻ 125 പ്രകാരം മാസം 500 രൂപ ചിലവിലേക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മെയിൻ്റനൻസ് സ്യൂട്ട് ഫയൽ ചെയ്യുന്നു. അവിടെ തുടക്കമാവുന്നത് പിൽക്കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയ സമവാക്യങ്ങളെ അപ്പാടെ തന്നെ കീഴ്മേൽ മറിച്ച പല സംഭവവികാസങ്ങൾക്കും വഴിമരുന്നിട്ട ഒരു നിയമയുദ്ധത്തിനാണ്. ഇതിലെ കഥാനായികയുടെ പേരാണ് ഷാ ബാനോ ബീഗം. അവരുടെ അഭിഭാഷകൻ ഫയൽ ചെയ്ത സെക്ഷൻ 125 CrPC എന്നത് ഭർത്താവ് ഉപേക്ഷിച്ച ഭാര്യമാർക്കും പിതാവിനാൽ ഉപേക്ഷിക്കപ്പെട്ട കുട്ടികൾക്കും അതുപോലെ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കൾക്കും ചിലവിന് കിട്ടാനുള്ള നിയമസാധുത നൽകുന്ന ഒന്നാണ്. ഈ കേസ് ഫയൽ ചെയ്തതോടുകൂടി 1978 നവംബറിൽ ഷാ ബാനോ ബീഗത്തിന്റെ ഭർത്താവ് മുഹമ്മദ് അഹമ്മദ് ഖാൻ അവരെ ശരിയ നിയമപ്രകാരമുള്ള മുത്തലാഖ് അല്ലെങ്കിൽ ഇറവോക്കബിൾ തലാഖ് ചൊല്ലുന്നു. എന്നിട്ട് ഒരു അഭിഭാഷകൻ കൂടിയായ അയാൾ താൻ ഭാര്യയെ തലാഖ് ചൊല്ലിയതിനാൽ തനിക്കിനി ഷാ ബാനുവിന്റെ കാര്യത്തിൽ ബാധ്യതയില്ലെന്നും ഇതിനകം തന്നെ മാസം 200 രൂപ വെച്ച് 2 കൊല്ലത്തോളം താൻ ചിലവിന് കൊടുത്തിട്ടുണ്ടെന്നും കൂടാതെ ഇദ്ദ കാലഘട്ടത്തിലേക്കുള്ള ചിലവിലേക്കും മെഹറിന്റെ ബാക്കിയിലേക്കുമായി 3000 രൂപ കോടതിയിൽ കെട്ടിവെച്ചിട്ട് ഇനി മുസ്ലിം പേഴ്സണൽ ലോ പ്രകാരം ചിലവിന് കൊടുക്കേണ്ട ബാധ്യത തനിക്കില്ലെന്നും സെക്ഷൻ 125 CrPC എന്നത് തനിക്ക് ബാധകമല്ലെന്നും വാദിക്കുന്നു. പക്ഷെ കോടതി ഈ വാദങ്ങളെ തള്ളിക്കൊണ്ട് മാസം 25 രൂപ ചിലവിലേക്കായി കൊടുക്കണമെന്ന് ഉത്തരവിറക്കി. എന്നാൽ 62 പിന്നിട്ട് രോഗപീഠകളാൽ വലഞ്ഞിരുന്ന ആ വയോധികക്ക് പക്ഷെ ആ നാമമാത്രമായ തുക കൊണ്ട് ഒന്നുമായില്ലായിരുന്നു. അതിനാൽ ഈ തുക വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ അവർ അപ്പീൽ പോയി. കോടതി അത് 179 രൂപ 20 പൈസയായി വർദ്ധിപ്പിച്ചു. ഇതിനെതിരെ ഭർത്താവ് സ്പെഷ്യൽ ലീവ് പെറ്റീഷനായി സുപ്രീം കോടതിയെ സമീപിക്കുന്നു. ജസ്റ്റിസ് മുർത്താസ ഫസൽ അലിയും വരദരാജനും അടങ്ങിയ ബെഞ്ചാണ് തുടക്കത്തിൽ വാദം കേട്ടത്. എന്നാൽ ഈ കേസിന്റെ ഭരണഘടനാപരമായ പ്രാധാന്യം കണക്കിലെടുത്ത് വിശാലമായ 5-അംഗ ബെഞ്ചിലേക്ക് അവരിത് കൈമാറുന്നു. അപ്പോഴേക്കും മുസ്ലിം വ്യക്തി നിയമ ബോർഡും ജമിയത്തുൽ ഉലമാ-ഇ ഹിന്ദ് പോലെയുള്ള മുസ്ലിം സംഘടനകളും ഭർത്താവായ മുഹമ്മദ് അഹമ്മദ് ഖാന്റെ കൂടെ കേസിൽ കക്ഷി ചേരുന്നു. ചീഫ് ജസ്റ്റിസ് YV ചന്ദ്രചൂഡ്, രംഗനാഥ് മിശ്ര, DA ദേശായ്, O ചിന്നപ്പറെഡ്ഡി, ES വെങ്കടരാമയ്യ എന്നിവരടങ്ങിയ 5-അംഗ ബെഞ്ചാണ് പിന്നീട് വാദം കേട്ടത്. ദിവസങ്ങളോളം നീണ്ട വാദപ്രതിവാദങ്ങൾ കോടതിയിൽ അരങ്ങേറി. അപ്പീലുകാരുടെ ഭാഗത്തു നിന്നുള്ള വാദത്തിന്റെ അന്തസത്ത എന്തെന്നാൽ വിവാഹമോചിതയായ ഭാര്യയ്ക്ക് ഇദ്ദ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ ചിലവിന് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇസ്ലാമിക ശരീഅത്ത് നിയമപ്രകാരം മുൻഭർത്താവിനില്ല എന്നതായിരുന്നു. ഇവിടെ പറഞ്ഞ ഇദ്ദ കാലഘട്ടം എന്താണെന്ന് നോക്കാം. ഖുറാനിൽ പരാമർശിച്ച ഇദ്ദ കാലഘട്ടം എന്നാൽ വിവാഹമോചിതയായ സ്ത്രീ 3 മാസവും ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ 4 മാസവും 10 ദിവസവും അനുഷ്ഠിക്കേണ്ട നിർബന്ധമായ കാത്തിരിപ്പ് കാലമാണ്. ഇനി ആ സ്ത്രീ ഗർഭിണിയാണെങ്കിൽ കാത്തിരിപ്പ് കാലം പ്രസവം വരെയാണ്. ഈ കാത്തിരിപ്പ് കാലം ഭർത്താവിന്റെ വീട്ടിൽ തന്നെ ആവണമെന്നാണ് നിഷ്കർഷ. അതിനുശേഷം മാത്രമേ ആ സ്ത്രീക്ക് മറ്റൊരു വിവാഹം കഴിക്കാൻ പോലുമുള്ള അനുവാദമുള്ളൂ. ഇതിന്റെ പ്രധാന ഉദ്ദേശങ്ങളിലൊന്ന് മുൻ ഭർത്താവിന്റെ വിവാഹമോചനത്തിനോ അല്ലെങ്കിൽ മരണത്തിനോ ശേഷം ജനിക്കുന്ന കുട്ടിയുടെ പിതൃത്വത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു ഉദ്ദേശം, ഇനി വിവാഹമോചനമാണ് നടന്നതെങ്കിൽ ഈ ഇദ്ദ കാലഘട്ടത്തിനിടക്ക് ദമ്പതികൾക്കിടയിൽ അനുരഞ്ജനം നടക്കുകയാണെങ്കിൽ തുടർന്നും ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മറ്റൊരു അവസരം കൂടി അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഇനി തിരിച്ച് കേസിലോട്ട് വരികയാണെങ്കിൽ ഷാ ബാനുവിന്റെ വക്കീലിന്റെ പ്രധാന വാദം സെക്ഷൻ 125 CrPC എന്നത് ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാർക്കും അവർ വിശ്വസിക്കുന്ന വ്യക്തി നിയമം എന്തു തന്നെയായാലും ബാധകമാണ് എന്നതായിരുന്നു. 5-അംഗ ബെഞ്ച് ഇരു വിഭാഗത്തിന്റെയും വാദങ്ങളും ബന്ധപ്പെട്ട നിയമങ്ങളും ഖുർആനിലെ ആയത്തുകളും എല്ലാം പരിശോധനാ വിധേയമാക്കി. ഖുർആനിലെ 2-ാം അധ്യായം 241-ാം സൂക്തം അന്തിമ വിധിയെ സ്വാധീനിച്ച ഘടകങ്ങളിൽ ഒന്നായിരുന്നു. ഇപ്രകാരമാണ് ആ സൂക്തം: വലിൽ മുത്തല്ലഖാത്തി മതാഉൻ ബിൽ മഅറൂഫി ഹക്കൻ അലൽ മുത്തഖീൻ. അർത്ഥം, വിവാഹമോചിതർക്ക് മര്യാദ അനുസരിച്ചുള്ള ജീവിത വിഭവങ്ങൾക്ക് അവകാശമുണ്ട്, ദൈവഭക്തരുടെ ബാധ്യതയാണത്. ഇതിൽ
മത്താ എന്ന അറബി വാക്യത്തിന്റെ അർത്ഥം മെയിൻ്റനൻസ് അല്ലെങ്കിൽ ജീവനാംശം, ജീവിക്കാനുള്ള വക എന്നൊക്കെയാണ്. കോടതിക്ക് ബോധ്യമായെങ്കിലും എതിർവാദക്കാർ അതിന് ആ ഉദ്ദേശമില്ല, പകരം ചെറിയ പാരിതോഷികം അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും തുക എന്നൊക്കെ അർത്ഥമുള്ളൂ എന്നും വാദിച്ചു. ഒടുവിൽ എല്ലാ വാദമുഖങ്ങളും കേട്ട് എല്ലാം പരിശോധിച്ച ശേഷം സുപ്രീം കോടതി അപ്പീൽ തള്ളി. കോടതി വിധിയെ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: There is no conflict between the provisions of Section 125 and those of the Muslim Personal Law on the question of the Muslim husband's obligation to provide maintenance for a divorced wife who is unable to maintain herself. എന്ന് വെച്ചാൽ സെക്ഷൻ 125ഉം മുസ്ലിം പേഴ്സണൽ ലോയും തമ്മിൽ ഇവിടെ കോൺഫ്ലിക്റ്റേ വരുന്നില്ല എന്നാണ് കോടതി നിരീക്ഷിച്ചത്. ഖുർആനെ പരാമർശിച്ച ശേഷം ശരീഅത്ത് നിയമത്തിന്റെ ഏറ്റവും ആധികാരിക രേഖയായി അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഖുർആനിലെ പ്രസക്തമായ ആയത്തുകൾ കൂടി പരിശോധിച്ച് ചീഫ് ജസ്റ്റിസ് YV ചന്ദ്രചൂഡാണ് വിധി എഴുതിയത്. വിവാഹമോചിതയായ ഭാര്യയ്ക്ക് ഉപജീവനം നൽകുന്നതിനുള്ള മുസ്ലിം ഭർത്താവിന്റെ ബാധ്യത 3 മാസം മാത്രമായി പരിമിതപ്പെടുത്താൻ പറ്റില്ല എന്നും, ഒന്നുകിൽ ഭാര്യ പുനർവിവാഹം ചെയ്യുന്നതുവരെയും അല്ലെങ്കിൽ മരിക്കുന്നതുവരെയും ചിലവിന് കൊടുക്കാനുള്ള ബാധ്യത ഭർത്താവിനുണ്ടെന്നും അതുകൊണ്ട് ഷാബാനുവിന് സ്വാഭാവികമായും ജീവനാംശത്തിന് അർഹതയുണ്ടെന്നും കോടതി വിധിച്ചു. ജാതി മതഭേദമന്യേ ക്രിമിനൽ നടപടി ചട്ടത്തിലെ 125 വകുപ്പ് എല്ലാവർക്കും ബാധകമാണെന്ന് പരമോന്നത നീതിപീഠം അസന്നിഗ്ധമായി വിധി പ്രസ്താവിച്ചു. 1985 ഏപ്രിലിലാണ് ഈ ചരിത്രപ്രധാനമായ വിധി വരുന്നത്. നീതിയുടെ പക്ഷത്തിൽ നിന്ന് ചിന്തിക്കുന്ന പുരോഗമന ചിന്താഗതിക്കാരായ മുസ്ലിങ്ങളടക്കമുള്ള വലിയൊരു വിഭാഗം ആളുകൾ ഈ വിധിയെ സ്വാഗതം ചെയ്തെങ്കിലും യാഥാസ്ഥിക മുസ്ലിം സംഘടനകൾ വിധിക്കെതിരെ ശക്തമായി പ്രതികരിച്ചു. മുസ്ലിം വ്യക്തിനിയമ ബോർഡും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇതര മതസംഘടനകളും വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. നിയമപരമായി അത് സാധ്യമല്ലെന്ന് വന്നതോടെ പുതിയ നിയമനിർമ്മാണവും അവർ നടത്താൻ ആവശ്യപ്പെട്ടു. ഈ വിധിയെ ദുർവ്യാഖ്യാനം നടത്തിയത് മതവിശ്വാസത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് പറഞ്ഞ് സാധാരണ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലിറക്കി പ്രതിഷേധിക്കുകയും ചെയ്തു. അവർ എന്തിനധികം ഷാബാനുവിനെയും അവരുടെ മക്കളെ കൊണ്ടുപോലും ഈ കേസ് ജയിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി. പല മുസ്ലിം നേതാക്കളും പണ്ഡിതന്മാരും അവരെ സന്ദർശിച്ച് ഈ വിധി ശരീഅത്തിനെതിരാണെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ചിലർ വിധിയിലെ ജീവനാംശം നിരസിക്കുകയാണെങ്കിൽ മക്കൾക്ക് പണവും വിദേശത്ത് ജോലിയും വരെ വാഗ്ദാനം ചെയ്തു. ഇൻഡോറിൽ ഷാബാനുവിന്റെ വീടിന് മുന്നിലൂടെ ഏകദേശം 1 ലക്ഷത്തോളം പേർ അണിനിരന്ന റാലി നടന്നിരുന്നു. ഓരോ റാലിക്കാരും അന്ന് ഓരോ ഉരുളൻ കല്ല് എറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളുടെ ആ കൊച്ചു വീട് അന്ന് തകർന്നു വീഴുമായിരുന്നു എന്നാണ് അന്നത്തെ സംഭവങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് ഷാബാനുവിന്റെ മകൻ ജമീൽ അഹമ്മദ് ഖാൻ പിന്നീട് പറഞ്ഞത്. 1984 ഇന്ദിരാഗാന്ധി വധവുമായി ബന്ധപ്പെട്ടുണ്ടായ സഹതാപ തരംഗത്തിൽ മൃഗീയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയ രാജീവ് ഗാന്ധിയായിരുന്നു അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി. അദ്ദേഹത്തിന് ഈ യാഥാസ്ഥിതികരായിട്ടുള്ള ആളുകളുടെ പ്രതിഷേധങ്ങളെ അവഗണിക്കാമായിരുന്നെങ്കിലും പാർട്ടിയിലെ ചില ഉപദേശങ്ങൾ ഈ പ്രതിഷേധങ്ങൾ വരുന്ന ഇലക്ഷനിൽ ന്യൂനപക്ഷ വോട്ട് നഷ്ടപ്പെടാൻ കാരണമാകുമെന്ന് അദ്ദേഹത്തെ ധരിപ്പിച്ചു. അതോടെ ഷാബാനുവിനെയും മകൻ ജമീലിനെയും അദ്ദേഹം ഡൽഹിയിലോട്ട് വിളിപ്പിച്ചു. കാര്യങ്ങളുടെ കിടപ്പ് വിശദീകരിച്ച് ഒരു പരിഹാരം കാണേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അവരോട് അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ അവര് വിധി ശരീഅത്തിനെതിരാണെന്ന് തങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും വേണ്ടത് ചെയ്യണമെന്നും അവർ തിരിച്ച് രാജീവ് ഗാന്ധിയോട് അഭ്യർത്ഥിച്ചു. തിരിച്ച് അദ്ദേഹം അവരോട് പറഞ്ഞത് ജീവനാംശം നിരസിക്കുന്നതായി മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിക്കാനാണ് ഷാബാനുവിനോട്. അങ്ങനെ അവർ തിരിച്ച് ഇൻഡോറിലോട്ട് മടങ്ങി. അവിടെ എത്തിയിട്ട് ഷാബാനു പത്രസമ്മേളനം നടത്തി. വിധി ശരീഅത്തിന് വിരുദ്ധമായതിനാൽ ജീവനാംശം ഉപേക്ഷിക്കുകയാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. തുടർന്ന് രാജീവ് ഗാന്ധി ഈ വിധിയെ ദുർബലപ്പെടുത്തുന്നതിനായി ദ മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട് 1986 മെയ് മാസത്തിൽ പാസാക്കിയെടുത്തു. വളരെ ധൃതിപ്പെട്ടുണ്ടാക്കിയ ആ ബില്ലിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. യുദ്ധകാലത്ത് ഭർത്താവ് ചെലവിന് കൊടുക്കണമെന്ന് ഈ ബില്ലിൽ പറയുന്നുണ്ടെങ്കിലും യുദ്ധകാലം കഴിഞ്ഞാൽ ഭർത്താവിന് അതിൽ ബാധ്യതയില്ല, പകരം ആ ഉത്തരവാദിത്യം ആ സ്ത്രീയുടെ വീട്ടുകാർക്കാണെന്നും ഇനി അവർക്ക് അതിനെ പറ്റിയിട്ടില്ലെങ്കിൽ അത് വഖഫ് ബോർഡ് ഏറ്റെടുക്കണമെന്നുമാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഈ ബില്ലിനെ പുരോഗമന ചിന്താഗതിക്കാരായ എല്ലാവരും എതിർത്തു. ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വുമൻസ് അസോസിയേഷൻ മുസ്ലിം സ്ത്രീകളെ തന്നെ അണിനിരത്തിക്കൊണ്ട് ഈ ബില്ലിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. മന്ത്രിസഭക്കകത്ത് നിന്ന് തന്നെ പ്രതിഷേധമുയർന്നു. ഇപ്പോഴത്തെ കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ബില്ലിൽ പ്രതിഷേധിച്ച് പിന്നീട് മന്ത്രിസഭയിൽ നിന്നും പാർട്ടിയിൽ നിന്നും വരെ രാജിവെക്കുകയുണ്ടായി. ഇന്ന് കേരളത്തിൽ ആര്യാടൻ മുഹമ്മദ്, വൈക്കം മുഹമ്മദ് ബഷീർ, NP മുഹമ്മദ്, MN കാരശ്ശേരി തുടങ്ങിയവർ ബില്ലിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു. ശരീഅത്ത് നിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് സഖാവ് EMS നമ്പൂതിരിപ്പാട് അന്ന് ലേഖനം എഴുതി. അന്ന് EMSനെതിരെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ പുക പോലുമില്ലാത്ത ചില മുദ്രാവാക്യങ്ങൾ പ്രതിഷേധിക്കാർ വിളിച്ചത് ഇന്നും ഓർക്കുന്നവരുണ്ടാവാം.
ഇതിനകം തന്നെ രാമജന്മഭൂമി പ്രശ്നം നീറിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന വടക്കേ ഇന്ത്യയിൽ BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നു. ഇത്തരത്തിൽ ഹിന്ദു വോട്ട് ബാങ്കിൽ ഉണ്ടാകുന്ന വിള്ളൽ വരുന്ന ഇലക്ഷനിലെ വിജയസാധ്യതയെ ബാധിക്കുമെന്ന് ഭയന്ന രാജീവ് ഗാന്ധി അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ബാബരി മസ്ജിദിന്റെ പൂട്ട് തുറന്നു കൊടുത്തു. അവിടെ സൂക്ഷിച്ചിരിക്കുന്ന രാംലല്ലയുടെ വിഗ്രഹത്തിൽ പൂജ ചെയ്യാനും അനുവദിച്ചു. എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനവും അനുവദിക്കപ്പെട്ടു. അതോടെ പള്ളി ഒരു ഭാഗിക ഹിന്ദു ക്ഷേത്രം എന്ന നിലയിൽ വർത്തിക്കാൻ തുടങ്ങി. അന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 1989 നവംബറിൽ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുന്നോടിയായി മറ്റൊരു പ്രീണന തന്ത്രം എന്ന നിലയിൽ ഒക്ടോബറിൽ തർക്കസ്ഥലത്ത് ശിലാന്യാസം നടത്താൻ കൂടി BHPക്ക് രാജീവ് ഗാന്ധി ഗവൺമെന്റ് അനുമതി കൊടുത്തു. അങ്ങനെ ഒക്ടോബർ 9 ശിലാന്യാസം നടത്തപ്പെട്ടു. ആ പ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ പോലും രാജീവ് ഗാന്ധി ആരംഭിച്ചത് അയോധ്യയിൽ നിന്നായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും 414 സീറ്റുണ്ടായിരുന്ന കോൺഗ്രസ് വെറും 197 സീറ്റിലേക്ക് ഒതുങ്ങി. മുൻ തെരഞ്ഞെടുപ്പിലെ 2 സീറ്റിൽ നിന്ന് BJP 85ലോട്ടും കുതിച്ചു. കേന്ദ്രത്തിൽ VP സിംഗിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ BJP പിന്തുണയോടെ അധികാരത്തിലേറി. 1990 സെപ്റ്റംബർ 25 LK അദ്വാനി ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രത്തിൽ നിന്ന് അയോധ്യയിലേക്ക് രഥയാത്ര തുടങ്ങി. അനുബന്ധമായി രാജ്യത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും വർഗീയ സംഘർഷങ്ങൾ ഉടലെടുത്തു. ഇതിനിടയ്ക്ക് കേന്ദ്രത്തിൽ VP സിംഗ് മന്ത്രിസഭ വീഴുകയും രാജീവ് ഗാന്ധി കൊല്ലപ്പെടുകയും അടുത്ത തെരഞ്ഞെടുപ്പിൽ നരസിംഹ റാവുവിന്റെ നേതൃത്വത്തിൽ 1991 ജൂണിൽ വീണ്ടും കോൺഗ്രസ് അധികാരത്തിലേറുകയും ചെയ്തു. അവസാനം എല്ലാത്തിനൊടുവിൽ 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് കർസേവകരാൽ തകർക്കപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ പല ഭാഗത്തും വർഗീയ കലാപങ്ങളും കൊള്ളിവെപ്പുകളും പൊട്ടിപ്പുറപ്പെട്ടു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏകദേശം 2000-ലധികം ആളുകൾ വിവിധ കലാപങ്ങളിൽ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ പറയുന്നത്. പിൽക്കാലത്ത് ഇന്ത്യയിൽ നടന്ന പല കലാപങ്ങൾക്കുള്ള കാരണവും മറ്റൊന്നല്ല. ബാബരി ധ്വംസനത്തിന് കൂട്ടുനിന്ന പാപഭാരമെല്ലാം നരസിംഹറാവുവിന്റെ മേൽ മാത്രം ചാരുന്ന കോൺഗ്രസ് പാർട്ടി തങ്ങളുടെ തന്നെ മുൻ സർക്കാരിന്റെ ചെയ്തികൾ തന്ത്രപൂർവ്വം വിസ്മരിക്കുന്നു. അതേ വർഷം തന്നെ ഒരു മസ്തിഷ്കാഘാതത്തിന്റെ രൂപത്തിൽ മരണം ഷാ ബാനോ ബീഗത്തെ തേടിയെത്തി. നിരക്ഷരയായ ആ സാധു വൃദ്ധ തന്റെ അഭിമാനത്തിനും അവകാശത്തിനും വേണ്ടി നടത്തിയ വർഷങ്ങൾ നീണ്ട പോരാട്ടം ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ സുപ്രധാന ഏടാണ്. പിൽക്കാലത്ത് അവരുടെ മകൻ പറഞ്ഞത് മതത്തിലേക്ക് കോടതിയെയും ഗവൺമെന്റിനെയും കൈകടത്തിവരുന്ന പാപക്കറ പേറി ജീവിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ് അന്ന് തങ്ങൾ എല്ലാത്തിൽ നിന്നും പിന്മാറിയതെന്നാണ്. മെഹറായ 3000 വെള്ളി നാണയങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടതിന് പകരം 3000 ഇന്ത്യൻ രൂപ മാത്രം തിരിച്ചു കൊടുത്ത പിതാവിനെതിരെ ഫയൽ ചെയ്തിരുന്ന മറ്റൊരു കേസും പിന്നീട് അവർ പിൻവലിച്ചു. 1978 മുതൽ 1985 വരെയുള്ള 7 വർഷക്കാലമാണ് ഈ കേസ് നീണ്ടു നിന്നത്. അതിനും വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഷാ ബാനുവിൻ്റെയും മക്കളുടെയും ദുരവസ്ഥ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നൊന്നും തങ്ങളെ സഹായിക്കാനോ സംരക്ഷിക്കാനോ കാണാനോ തയ്യാറാവാതിരുന്ന സമുദായ നേതാക്കളും പുരോഹിതന്മാരും സുപ്രീം കോടതി വിധിക്ക് ശേഷം അനുരഞ്ജനത്തിനായി വന്നപ്പോൾ ഷാ ബാനുവിൻ്റെ മകൻ അവരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്: ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു? സുഹൃത്തുക്കളെ, സമൂഹത്തിലെ ഏറ്റവും അധസ്ഥിതരായ ആളുകളുടെ കൂടെ നിൽക്കാനാണ് നമുക്ക് തൻ്റെടവും ധൈര്യവും വേണ്ടത്. നീതിയുടെ പക്ഷത്ത് നിൽക്കൽ പലപ്പോഴും വലിയ പ്രയാസമേറിയ കാര്യം തന്നെയാണ്. അതിന് ചിലപ്പോൾ നമുക്ക് നമ്മുടെ സമാധാനവും സമ്പത്തും എന്തിനേറെ ചിലപ്പോൾ ജീവിതം തന്നെ പകരം കൊടുക്കേണ്ടി വന്നേക്കാം. അതേസമയം നിഷ്പക്ഷരായി നിൽക്കാനും സമ്പത്തും സ്വാധീനവും അധികാരവും ഉള്ള ആളുകളുടെ കൂടെ നിൽക്കാനും നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അതിന് തൻ്റെടമോ ധൈര്യമോ ഒട്ടും ആവശ്യമില്ല. എന്നാൽ നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ വലിയ പ്രയാസങ്ങൾ തന്നെ നമ്മൾ സഹിക്കേണ്ടി വന്നേക്കാം. അവിടെയാണ് നമ്മൾ വലിയ ദൈവഭക്തനാണെന്നും ദീനീ സ്നേഹിയാണെന്നും ആളുകളെ ബോധിപ്പിക്കാൻ അടയാളങ്ങളും ചമയങ്ങളും അണിഞ്ഞ് നടക്കുന്നതിൻ്റെ ചെമ്പ് പുറത്ത് കാണുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.